അച്ചോ മണിക്കുട്ടി. ആഹാ മണിക്കുട്ടി. ചോട്ടുകുട്ടാ ചോട്ടുകുട്ടാ ചോട്ടു. മോൻ്റെ ചോട്ടുവിൻ്റെ കണ്ണിനെങ്ങനെ കുറവുണ്ടോ? എൻ്റെ കണ്ണൊക്കെ എൻ്റെ കുഞ്ഞിന് താണ്ട് ഇവിടെയാണ് പ്രശ്നം വന്നത് കേട്ടോ. ചെറുതായിട്ടൊന്ന് അഴുത്ത് നിന്ന് ഇൻഫെക്ഷൻ ആയതാന്ന് തോന്നുന്നത്. പിന്നെ മരുന്നൊക്കെ വെച്ചപ്പോൾ അതൊക്കെ മാറി. ഇതാണ് നമ്മുടെ മണിക്കുട്ടി കേട്ടാ. ഇതാണ് നമ്മുടെ കുട്ടായിയുടെ അനിയത്തി കുട്ടിയാണ് കേട്ടോ. കുട്ടായിയുടെ അമ്മ ആദ്യത്തെ പ്രസവത്തിലുള്ളതാണ് കുട്ടായി. ഇത് രണ്ടാം പ്രസവത്തിലാണ്. ഇവർ 4 മക്കളാണ്. 2 കുട്ടികൾ ഒരാൾക്ക് കൊടുത്തു നമ്മൾ. ഇപ്പോൾ 2 പേരുണ്ട്. അങ്ങനെ ഇവന് ആണ് ഏറ്റവും ഇളയ കുഞ്ഞാണ്. അപ്പോൾ അവൻ ഇത്തിരിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവനെ ചോട്ടു എന്ന് വിളിക്കുന്നത്. ഇവന് ഈ ഇടയ്ക്ക് ഈ കണ്ണിനൊക്കെ പ്രശ്നമായിരുന്നു. ഈ കണ്ണിൻ്റെ ഭാഗത്ത് കുറച്ച് നീരിച്ച് കിടന്നായിരുന്നു. അപ്പോൾ അത് ഓയിൽമെൻറ്റൊക്കെ ഇട്ടപ്പോൾ അതൊക്കെ ഒന്ന് മാറി പറ്റി. കണ്ണൊക്കെ വളരെ കുഞ്ഞു കണ്ണ് പോലെയൊക്കെ ഇരുന്ന് കണ്ണ് തുറക്കാൻ പറ്റാത്ത രീതിയായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണമൊക്കെ വളരെ കുറവായിരുന്നു എൻ്റെ മോൻ എടുക്കുന്നത്. ഇപ്പോൾ എത്തിച്ചേ ഭക്ഷണമൊക്കെ എടുത്ത് തുടങ്ങി. ഓക്കെയാണ് ആൾ. ഇതാണ് മൂത്ത, ഈ ബാച്ചിലെ മൂത്ത കുട്ടിയാണ്. ഇവളെയാണ് നമ്മൾ മണിക്കുട്ടി എന്നിട്ടിരിക്കുന്നത്. പിന്നെ ടൈഗുവും ലിയോയും 2 പേര് കൊണ്ടുപോയി. 2 പേര് അവർ വന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടികളെ വളർത്താനായിട്ട് കൊടുത്തായിരുന്നു. ഇപ്പോൾ ഇവർ 2 പേരേ ഉള്ളൂ കേട്ടോ. ഇവർ 2 പേരും പിന്നെ നമ്മുടെ കുട്ടായിയും അമ്മ പൂച്ചയും ഉണ്ട്. ചാച്ചു കൂട്ടൻ കേട്ടോ വല്ലപ്പോഴും കൂടിയേ വരുള്ളൂ ഇവിടെ. ചാച്ചു കുറേ നാളിവിടെ വരാതിരുന്നു. ഈ പൂച്ചകൾ അങ്ങനെയാണല്ലേ, കുറേ വലുതായി വരുമ്പോൾ പിന്നെ അവർ നാട് വിട്ടൊക്കെ പോകുമെന്നൊക്കെ പറയുന്ന കേട്ടോ. നാട് വിട്ട് ക്ഷീണിച്ച് ആകെ പരവശമായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ചാച്ചു ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. നമ്മൾ ആഹാരം കൊടുക്കും പോലെ അവനെ എങ്ങൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് വയറ് വലിയുമ്പോൾ ഇവിടെ കയറി വരും അവൻ വരുമ്പോൾ ഇനി അവൻ്റെ വീഡിയോ എടുക്കാം. ചോട്ടു എന്തേന്ന് കുഞ്ഞു കൈയൊക്കെ അങ്ങ് തുടച്ച് വൃത്തിയാക്കുകയാണല്ലോ എൻ്റെ ചോട്ടു. അയ്യോ അല്ലേ, കൈയല്ലേ? ഓ ചേച്ചിയുടെ പിറവാണ് കേട്ടോ. വേറൊന്നുമല്ല, സ്നേഹം കൊണ്ട് നക്കി തുടക്കിയല്ല. എവളെ ദേഹത്ത് മീൻ വെള്ളം വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ കഴുകി കൊണ്ട് ഒഴിച്ച സമയത്ത് അവിടെ ഇവിടെ നിന്ന് അപ്പോൾ അത് തെറിച്ച് വീണപ്പോൾ അത് നക്കി തുടക്കുന്നതാണ്. ഇവരഞ്ഞ് തുടച്ച് വൃത്തിയാക്കണം 2 പേരെയും. ചോട്ടുവേ, ചോട്ടു മോനെ, ചോട്ടു കിട്ടാ, ചോട്ടുകുട്ട തൊപ്പിക്കാര എപ്പ കല്യാണം? മകരമാസത്തിൽ വെയില് കെട്ടി ടപ്പ കല്യാണം. മണിക്കുട്ടി, മണു, എൻ്റെ മണിക്കുട്ടിയാണോ ഇത്? അമ്മയുടെ മണിക്കുട്ടി എവിടെ?